ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രമി നാളേരൊക്കെ പൊട്ടിച്ചിട്ട് ചെരുകയാണ്. ആ സമയത്ത് വേദ അവിടേക്ക് വരികയാണ്. അപ്പോൾ വേദ ഇങ്ങനെ വന്നിട്ട് ചോദിക്കും, ആഹാ വിക്രം നാളേര് ചെരുകാണോ? വിക്രമിന് അടുക്കളപ്പണിയൊക്കെ അറിയുമോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ അല്ലാതെ എന്ന് പറയും കേട്ടോ. അതൊക്കെ എങ്ങനെ പഠിച്ചു എന്ന് ചോദിക്കേ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഡിഗ്രി കഴിഞ്ഞിട്ടേ PGക്ക് ജയിലിലല്ലേ പോയത്, അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് പഠിച്ചതാന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് തന്നെ വേദന മുഖം ഒന്ന് മാറും കേട്ടോ. അപ്പോൾ വിക്രം പറയാണ്, അവിടെ പണ്ടത്തെ പണിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 63 രൂപയ്ക്കാണ്. ഇപ്പൊക്കെ പൈസ കൂടി. സ്കില്ലുള്ള ജോലികൾക്ക് 63 സ്കില്ലുള്ള ജോലികൾക്ക് 127, അല്ലാത്ത ജോലികൾക്ക് 63. എനിക്ക് എന്ത് പണിയറിയാൻ, എനിക്ക് വല്ല പണിയറിയോ? പഠിച്ചുകൊണ്ടിരുന്ന ആളല്ലേ ഞാൻ നേരെ ജയിലിലേക്ക് പോയത്. അപ്പോൾ പിന്നെ ഞാൻ ഈ അടുക്കളയിൽ അങ്ങ് കൂടി. അപ്പോൾ അവിടെ ഒരു വർഗീസ് ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ്റെ കൂടെ അങ്ങോട്ട് കൂടി അടുക്കളപ്പണിയൊക്കെ ഈസി ആയിട്ട് പഠിച്ചു. ഇപ്പോൾ പിന്നെ അവിടെ പൈസ ഒക്കെ കൂടുതലാണ് കേട്ടോ. 540 രൂപയ്ക്ക് ഉണ്ടെന്നാ. പുറത്ത് വരുമ്പോഴേക്കും എല്ലാം കൂട്ടി ഒരു 1000 രൂപയ്ക്ക് ഉണ്ടാവും. എന്താ ഇനി അങ്ങോട്ട് പോകണമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് വേദ. അതൊരിക്കലും ഇല്ല. എത്രയൊക്കെ പൈസ കിട്ടുമെന്ന് പറഞ്ഞാലും ഒരിക്കലും അങ്ങനെ പോകാൻ ഒരാളും ആഗ്രഹിക്കില്ല. സ്വാതന്ത്ര്യം ആഗ്രഹിക്കാത്ത മനുഷ്യന്മാരുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണേ. അന്നേരം വേദ കുറച്ച് നാളികേരം എടുത്തിട്ട് ഇങ്ങനെ ചെരുകിയതെടുത്തിട്ട് കഴിക്കുകയാണ്. അപ്പോൾ വേദന കൈമ തട്ടണം. എന്താണ് കൈമ തട്ടണമെന്ന് ചോദിച്ചിട്ട്, എന്താ കുറച്ച് കഴിച്ചാൽ കുഴപ്പമെന്ന് പറയാൻ, എന്താ ടേസ്റ്റ് കുറയോ? അങ്ങനെ പഴമക്കാർ പറയുന്നുണ്ട്. പക്ഷേ ചെരുക്കി വെച്ചത് ഇല്ലാതാവുന്നത് കൊണ്ടായിരിക്കും എന്ന് പറയും കേട്ടോ. അപ്പോൾ വേദന മുഖം ഇങ്ങനെ മങ്ങിയിരിക്കണ വേഗം തന്നെ ഇത്തിരി എടുത്തിട്ട് വായിൽ വെച്ച് കൊടുക്കുകയാണേ. അപ്പോൾ വേദന ഇങ്ങനെ അത് കഴിക്കും. അപ്പം മീൻകറി വയ്ക്കാനൊക്കെ അറിയുമോ എന്ന് ചോദിക്കുകയാണേ. അതൊക്കെ അറിയാം എന്ന് പറയും കേട്ടോ. ഇപ്പം ഞാൻ അതിനാണ് പോകുന്നത്. ആണോ? ഞാനേ മീൻകൂട്ടാൻ വയ്ക്കാൻ ഒന്ന് റെസിപ്പി പറഞ്ഞെന്ന് പറയും കേട്ടോ. അങ്ങനെ മീൻകൂട്ടാൻ വയ്ക്കേണ്ട റെസിപ്പിയൊക്കെ വിക്രം പറയുന്നത് കേട്ടിട്ട് കേട്ടപ്പോൾ തന്നെ വായിൽ വെള്ളം വരിക. അപ്പോൾ വിക്രം പറയും, അപ്പവും മീൻകറിയും എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? അടിപൊളിയായിരിക്കും. അതാ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ശരിക്കും ചോദിക്കും. ഞാൻ പള്ളിയിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ വെട്ടി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അപ്പം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ അത്താഴം നമുക്ക് അതായാലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ പറയും, അത് സൂപ്പറായിരിക്കും എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ചന്ദ്രശേഖരനെയും ശ്രീകാന്തിനെയായിട്ടോ. അപ്പോൾ ചന്ദ്രശേഖരൻ പറയാണ് കേട്ടോ, ശ്രീകാന്തെ നിൻ്റെ മുഖത്ത് നോക്കി ഞാനൊരു കാര്യം പറയട്ടെ എന്ന് ചോദിക്കുക. എന്താ അച്ഛാ? നീയേ ഒരു ശുംഭന എന്ന് പറഞ്ഞിട്ട് എന്താ അച്ഛ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ലാതെ പിന്നെ നിൻ്റെ വീട്ടിൽ ഇത്രയും കാലം നിൻ്റെ കൺമുന്നിൽ അവൻ നിൻ്റെ പെങ്ങളെ മുറിയിൽ അന്തി ഉറങ്ങിയിരുന്നു എന്ന് പറഞ്ഞിട്ട് നിനക്കത് കണ്ടെത്താൻ കഴിഞ്ഞൂടാ എന്ന് ചോദിക്കാൻ കേട്ടോ. അതും തന്നെയല്ല, നിൻ്റെ കണ്ണിന് മുന്നിൽ കൂടെയല്ലേ അവൻ അവളുടെ കൈയും പിടിച്ച് ഇറക്കിപ്പോയത്. പിന്നെ എങ്ങോട്ടാവും പോയത്? അവൻ വാനിഷായി അല്ലേ? അതിൻ്റെ സ്ഥലം കണ്ടെത്താൻ നിനക്ക് കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ഇനി എല്ലാ കുറ്റവും കൂടി നീ എൻ്റെ തലയിൽ ചാരണ്ട കേട്ടാ. അനിയൻകുട്ടനെങ്ങാനും വായ തുറന്നിട്ടുണ്ടെങ്കിൽ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അനിയൻകുട്ടൻ്റെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ കൊണ്ടുപോയിട്ടുള്ളത്. അനിയൻകുട്ടൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂല. അപ്പോൾ എല്ലാം കൂടെ ചേർന്ന് ഞാനാണത് ചെയ്തതെന്ന് നീ പറഞ്ഞിട്ടുണ്ടെങ്കിലേ പെങ്ങളെ മോനാണ് മരുമോനാണെന്നൊന്നും ഞാൻ നോക്കൂല കേട്ടാ എന്നൊക്കെ പറയാൻ കേട്ടോ. അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ എങ്ങനെ സംസാരിക്കണോടാ? നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണേ. അന്നേരം ശ്രീകാന്ത് പറയാണ്, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അനിയൻകുട്ടൻ്റെ നാട്ടിലേക്ക് പോയിട്ടുണ്ടാവോ ഞാനൊന്ന് അന്വേഷിച്ചാലോ? അന്വേഷിച്ചോ, പക്ഷേ ഒരു കാര്യമില്ല. അവരെ നമ്മൾ അന്വേഷിക്കാൻ സാധ്യതയുള്ള നാട്ടുകളിലേക്കൊന്നും അവർ പോകാൻ സാധ്യതയില്ല. ആർക്കും പരിചയമില്ലാത്ത ഏതോ നാട്ടിലായിരിക്കും ആരുടെയെങ്കിലും സഹായം കൊണ്ട് അവരിപ്പോൾ ഉണ്ടാവുക. അത് നമ്മൾ കണ്ടെത്തണം. അങ്ങനെയുള്ളവരെ അവരെ പുറത്ത് ചാടിക്കണം. എങ്ങനെ അവരെ പുറത്ത് ചാടിക്കാം? അതിനുള്ള ഐഡിയ ആണ് നോക്കേണ്ടത് എന്ന് പറയും കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടേ. എന്നിട്ട് ശ്രീകാന്ത് പറയും, ആ കല്യാണം കഴിഞ്ഞ സമയത്ത് അവളുടെ വീഡിയോ ഒരെണ്ണം വൈറലായിട്ടുണ്ടായിരുന്നു, ആ താലികെട്ടിൻ്റെ. അതെടുത്ത് നമുക്ക് ഒന്നും കൂടെ വൈറലാക്കിയാലോ എന്ന് പറയും കേട്ടോ. അന്നത്തെ താലിവീരൻ ഇന്നത്തെ കൊലപാതകി എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ്ങും കൂടെ കൊടുത്ത് ഒരു റീൽസ് അങ്ങോട്ട് വൈറലാക്കിയാലോ എന്ന് ശ്രീകാന്ത് പറയാണ് കേട്ടോ. അപ്പോൾ പറയും, അത് ശരിയാണ്. ആദ്യമായിട്ടാണ് നിനക്ക് നല്ലൊരു ബുദ്ധി തോന്നുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലേ അവർ താമസിക്കുന്ന നാട്ടിലെ ആൾക്കാർ തന്നെ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നാക്കിക്കോളും എന്ന് ചന്ദ്രശേഖരൻ പറഞ്ഞ് അവരതിനുള്ള തീരുമാനം എടുക്കുകയാണേ. പിന്നെ കാണിക്കുന്നത് വേദോർക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ വിക്രത്തിനെ കാണാനില്ല. അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ വിക്രം ഇങ്ങനെ കിടന്നുറങ്ങാണ് കേട്ടോ. അപ്പോൾ വിക്രം ഇങ്ങനെ കിടന്നുറങ്ങണത് കാണുമ്പോൾ കുറച്ച് സമയം വേദ അങ്ങനെ നിന്നിട്ട് വിക്രമിനെ ഇങ്ങനെ ഉറങ്ങണത് നോക്കുകയാണ്. അതിനുശേഷം വിക്രമിൻ്റെ കാലിൻ്റെ അടുത്ത് പതുക്കനെ വന്നിരിക്കുകയാണ് കേട്ടോ. വിക്രമാണെന്നുണ്ടെങ്കിൽ ചിരിച്ചും കൊണ്ട് ഉറങ്ങാണ് കേട്ടോ. അപ്പോൾ വേദ ഇങ്ങനെ പറയും, കണ്ടില്ലേ ഉറങ്ങണത്,
കുട്ടികളെ പോലെ ഉറങ്ങണത് ചിരിച്ചും കൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേദ വിക്രമിനെ തന്നെ നോക്കിക്കിടന്നിട്ട് പഴയ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ, അടിക്കാൻ പോകുന്നതും പിടിച്ചു കളിക്കുന്നതും അതേപോലുള്ള അടിയും പിടിയൊക്കെ ആലോചിക്കുകയാണ് കേട്ടോ. കുറച്ച് ഭാഗങ്ങൾ അങ്ങനെ കാണിക്കുന്നുണ്ട് പഴയ കാര്യങ്ങൾ. അങ്ങനെ അത് കഴിയുമ്പോൾ വിക്രം എഴുന്നേറ്റ് നോക്കുമ്പോൾ വേദന കാണാൻ കേട്ടോ. അപ്പോൾ വിക്രം പറയും, നീ അടുത്ത് വന്നിരിക്കുന്നത് പോലെ ഒരു തോന്നൽ തോന്നി, അതുകൊണ്ടാണ് ഞാൻ കണ്ണ് തുറന്ന് നോക്കിയത്. അപ്പോൾ അതാണ് നീ അടുത്തിരിക്കുന്നതെന്ന് പറയും കേട്ടോ. എന്താ ഉറങ്ങുന്നില്ലേന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറയും. അപ്പോൾ ആണോ ഉറക്കം വരുന്നില്ലേന്ന് ചോദിക്കട്ടോ. ആ വിക്രം ഉറങ്ങാണോ നോക്കിയിട്ട്. അപ്പോൾ ഞാൻ ഉറങ്ങായിരുന്നു എന്നൊക്കെ പറയട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വിക്രം ഉറക്കം വരുന്നില്ലെങ്കിലേ ഞാനൊരു കഥ പറയാമെന്ന് പറയട്ടോ. പണ്ട് ലോ കോളേജിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അന്ന് ഉണ്ടാക്കിയൊരു സിനിമയെക്കുറിച്ച് പറയാമെന്ന് പറയാൻ കേട്ടോ. സിനിമയെക്കുറിച്ചോ? എന്ത് സിനിമയെക്കുറിച്ച് എന്ന് പറയട്ടോ. അപ്പോൾ അത് ഒരു സിനിമ കഥ പറയട്ടെ ചോദിക്കും. പറയ് എന്ന് പറയട്ടോ. അതെ, പണ്ട് അവിടെ ടൂട്ടോ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരുണ്ടായിരുന്നു. ആൾക്ക് തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ തിയേറ്ററിൽ എപ്പോഴും സിനിമ കാണാൻ പോക്കും ഒക്കെ ഉണ്ടായിരുന്നു. ആൽഫ്രഡ് എന്ന് പറഞ്ഞ ഒരാളാണ് അതിൻ്റെ പ്രൊപ്പറേറ്റർ. അപ്പോൾ അയാൾ ആയിട്ട് ഈ ടൂട്ടോയ്ക്ക് ഭയങ്കര കൂട്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ ആ ഒരു തിയേറ്റർ കത്തിപ്പോയി. കത്തിപ്പോയ സമയത്ത് ടൂട്ടോയ്ക്ക് കാഴ്ച നഷ്ടപ്പെട്ടു. ഈ സമയത്ത് ടൂട്ടോയ്ക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു. പക്ഷെ അത് എങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൽഫ്രഡ് പറഞ്ഞിട്ടുണ്ട്, പഴയ കാര്യങ്ങൾ ആലോചിച്ച് ജീവിതം നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ അവിടെ നിന്ന് പോയിട്ട് പിന്നീട് ടൂട്ടോ അറിയപ്പെടുന്ന ഒരു സംവിധായകനായി മാറി. അതിനുശേഷം ആൽഫ്രഡ് മരിച്ചപ്പോൾ അയാൾ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. കാണാൻ വന്നപ്പോൾ ആൽഫ്രഡ് അയാൾക്കൊരു സമ്മാനം ഒരുക്കിയിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട്. എന്ത് സമ്മാനം? പണ്ട് സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് സെൻസറിങ് വഴി കുറേ കട്ട് ചെയ്തിട്ടുള്ള ചുംബന രംഗങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ പള്ളിയിലച്ചന്മാർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് സെൻസർ ചെയ്തിട്ടാണ് അത് കാണിക്കുക. ആ സെൻസർ ചെയ്ത ചുംബന രംഗങ്ങൾ മാത്രം കൂട്ടിയൊരുക്കി ഒരു റീൽസ് ഉണ്ടാക്കിയിട്ട് ടൂട്ടോയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയട്ടോ. അപ്പോൾ മനുഷ്യന്മാർ എന്തിനെങ്ങനെ തല്ലുപിടിക്കുന്നത്? എപ്പോഴെപ്പോഴും സ്നേഹിച്ച് ജീവിച്ചൂടെ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ വിക്രം ചോദിക്കും, ഉമ്മ വെച്ച് ജീവിക്കാനാണോ? അടി ഉണ്ടാക്കണേനേക്കാളും നല്ലത് ഉമ്മ വെച്ച് ജീവിക്കുന്നതല്ലേ എന്ന് വേദ ചോദിക്കുമ്പോൾ വേദന ഇങ്ങനെ ചേർത്ത് പിടിച്ചിങ്ങായിട്ട് ഇങ്ങനെ കണ്ണിൽ നോക്കിയിരിക്കുന്നുണ്ട് വിക്രം. പിന്നെ രാവിലെ തന്നെ വിക്രം അനിയൻകുട്ടനെ കൊണ്ട് ഇങ്ങനെ കട്ടിൽ ഇരുത്താണ് കേട്ടോ ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വേദ ചായ കൊണ്ടു കൊടുക്കുമ്പോൾ അനിയൻകുട്ടന് വിക്രം അത് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അനിയൻകുട്ടൻ കുടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ വിക്രം പറയും, അനിയൻകുട്ട ഇന്നലെ നീ എടുത്ത് കുടിച്ചതല്ലേ, ഇന്നും കുടിക്കടാ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അത് അവിടെ വെച്ചേക്കും, അനിയൻകുട്ടൻ പിന്നെ എടുത്ത് കഴിച്ചോളൂ എന്ന് വേദ പറയാണ്. അപ്പോഴേക്കും മേരിയും ഗീവർഗീസും വരികയാണ് കേട്ടോ. വേദ നീ റെഡി ആയില്ലേന്ന് ചോദിക്കും കേട്ടോ. ഞാൻ റെഡിയാണ് ചേച്ചി. അതേ ഒരു ഷർട്ട് എടുത്തോ, ഒരു തോർത്ത് കൊടുത്തോ, വെയിലായിരിക്കും എന്ന് പറയുകയാണേ. അപ്പോൾ അതേ പള്ളിയിലേക്ക് വായോട്ടാ നീ, നിനക്കവിടെ കുറച്ച് പണിയുണ്ട്. ആണോ? ഇനിയിപ്പോൾ പണിയില്ലെങ്കിൽ ഞാൻ ഗീവർഗീസാറിൻ്റെ കൂടെ വരാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ ഞാൻ ഇരുന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണേ. വേദം ഇങ്ങനെ ഒരുങ്ങി വരികയാണ് കേട്ടോ. ഷർട്ടും തോർത്തൊക്കെ ഇട്ട് ഒരു പണിക്കാരിനെ പോലെ. അപ്പോൾ വിക്രം ഇങ്ങനെ ആകെ അത്ഭുതപ്പെട്ട് നോക്കുകയാണ്. എന്നാ ലുക്കാടി എന്ന് ചോദിക്കുകയാണ്. ഇപ്പം നേരെ ചെന്ന് തോട്ടത്തിൽ നിന്നിട്ടുണ്ടെങ്കിലേ തേയില കമ്പനിയുടെ പരസ്യത്തിൻ്റെ മോഡലാണെന്നേ പറയുള്ളൂ എന്ന് പറയട്ടോ. കളിയാക്കല്ലേ വിക്രം എന്ന് പറയട്ടോ. അപ്പോൾ ഞാൻ കളിയാക്കിയതല്ല, സത്യം പറഞ്ഞതാന്ന് പറയട്ടോ. അപ്പോൾ മേരി പറയാണ്, അതെ 10 ദിവസം കഴിയുമ്പോഴേ എൻ്റെ പെണ്ണിൻ്റെ കളറൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട് നെഞ്ഞത്തിടിച്ച് നൊളിക്കേണ്ടി വരും എന്ന് പറയുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത് പോണ്ടാന്ന് വിക്രം പറയാൻ കേട്ടോ. അപ്പോൾ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ ശീലമായിക്കോളൂ എന്ന് പറയും. എന്നാൽ പിന്നെ ഞാൻ വൈകിട്ട് വരുമ്പോൾ ഒരു സൺസ്ക്രീൻ മേടിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ലിപ്സ്റ്റിക് കൂടെ മേടിച്ചോ, ഒരുങ്ങി പോകേണ്ട പണിയാണല്ലോ അത് എന്നൊക്കെ ചോദിച്ചു വേദ കളിയാക്കാണ് കേട്ടോ. അങ്ങനെ യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് വേദ അങ്ങനെ വിക്രമിനോട് ടാറ്റ് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പെട്ടെന്ന് അനിയൻകുട്ടൻ ചായ ഒറ്റയ്ക്ക് എടുത്ത് കുടിക്കുന്ന കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ്. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡുള്ളത്. പ്രമോല് കാണിച്ചിട്ടുള്ളത് വിക്രമം വേദയും കൊണ്ടിട്ടുള്ള കുറച്ച് നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ഭാഗങ്ങൾ ഒക്കെയാണ്. വേദയ്ക്ക് വയ്യാതായിട്ട് വേദനെ നോക്കുന്നതും പനിക്ക് മരുന്ന് കൊടുക്കുന്നതും ചായ തിളപ്പിച്ച് കൊടുക്കുന്നതും അങ്ങനെയായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ വേദ തോട്ടത്തിൽ പണിയെടുക്കുന്ന സമയത്ത് ജ്യോതി അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ വേദ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിനുശേഷം അയാളുടെ ഒരു ചെറിയൊരു പെരുമാറ്റത്തിൻ്റെ രീതികളൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് വേദന വീട് തേടിയിട്ടും അയാൾ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വേദ ഇങ്ങനെ അതിൻ്റെ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്ന സമയത്ത് ഒളിഞ്ഞു നോക്കല്ല, ആരും വന്നേ നോക്കുമ്പോൾ ഇയാൾ അവിടെ നിൽക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കാണ് പ്രമോല് കാണിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ആ റീലും കൂടെ വൈറലായിട്ടുണ്ടെങ്കിൽ ഇവർ ഉള്ള നാട്ടിൽ ഇവരാരാണെന്നും കൂടെ തിരിച്ചറിയും. പിന്നീട് പള്ളിയിലച്ഛൻ്റെ അടുത്ത് കുമ്പസാരം നടത്തുന്നുണ്ട് വിക്രം. ഇത്രയാണ് പ്രമോ കാണിച്ചിട്ടുള്ളത്.